ഹിജാബ് വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിടാനൊരുങ്ങുന്ന കുട്ടികളുടെ ടി.സി. അപേക്ഷയിൽ ഇന്ന് തീരുമാനമായേക്കും. എൽ.പി. സ്കൂളിലെ 2 കുട്ടികളുടെ രക്ഷിതാവാണ് സ്കൂൾ വിടാൻ അപേക്ഷ നൽകിയത്. അതേസമയം ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നതിൽ തീരുമാനമെടുക്കുക. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു രക്ഷിതാവ് തന്റെ 2 കുട്ടികളെ സ്കൂൾ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. എന്തായാലും ആ കുട്ടികളുടെ സ്കൂൾ മാറുന്ന കാര്യത്തിൽ അവർ പിന്നോട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുന്നു. ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് അറിയാൻ സാധിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കുട്ടിയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നില്ല. അടുത്ത ദിവസമാണ് ഇത് സംബന്ധിച്ച് എന്താണ് തങ്ങൾ നൽകിയ അപേക്ഷയിൽ എന്ത് തീരുമാനമെടുത്തു എന്നതറിയാനായിട്ട് അടുത്ത ദിവസം മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയത്. അതിനുശേഷം സ്കൂൾ അവധിയിലേക്ക് പോയിരുന്നു. ഇന്ന് സ്വാഭാവികമായും ഒരു വർക്കിംഗ് ഡേ ആണ്. സ്കൂൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം ഒരു അപേക്ഷയിൽ അവർക്ക് ഇന്ന് തീരുമാനമെടുക്കുകയും അടുത്ത ദിവസം മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്യാം. ഏതായാലും സ്കൂൾ ഇതുവരെയും അവരുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ നിലപാടിൽ ഏതെങ്കിലും മാറ്റങ്ങളുണ്ടോ, അതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് പോലും സ്കൂൾ അധികൃതർ അവർ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഈ നിമിഷം അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് തുടർന്ന് ഏതെങ്കിലും ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുമോ എന്ന് വ്യക്തതയില്ല. എന്തു വന്നാലും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിനെ അവർ എടുക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഹിജാബ് അല്ല അവരുടെ ഒരു വിഷയമെന്നത് അവർ പറയുന്നു. സ്കൂൾ അങ്ങനെ ഒരു നേരത്തെ വിലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു നടപടികളല്ല. പക്ഷേ ആ വിഷയത്തിലുള്ള ഇവരുടെ പ്രതികരണം, പ്രത്യേകിച്ച് സ്കൂൾ പ്രിൻസിപ്പളിൻ്റെയും അതോടൊപ്പം തന്നെ PTA പ്രസിഡൻ്റെയും എല്ലാം തന്നെ പ്രതികരണം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് ഒരു തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവമായിരുന്നു. ഹിജാബ് ധരിക്കുന്നവരെ കാണുന്നത് വിഷമുണ്ടാക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നത് ആഴത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നത് പറയുന്നു. അതുകൊണ്ട് തങ്ങൾ കുട്ടികളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊരു പ്രസ്താവനകൾ നടത്തുന്ന അവർക്ക് കീഴിൽ എത്രമാത്രം തങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വിശ്വാസമില്ല എന്നതെല്ലാം തന്നെ പറയുന്നു. പക്ഷേ മാറ്റുന്നതും മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്കാണെന്ന് അവർ പറഞ്ഞു. തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്കാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ തങ്ങൾ ബഹുമാനിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. കാരണം ഈ രംഗത്ത് അവർ നൽകിയ സംഭാവനകൾ വലുതാണ്, വിദ്യാഭ്യാസം നൽകുന്ന രീതികളെല്ലാം വലുതാണ്. അതുകൊണ്ട് തങ്ങൾ മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് തന്നെ മാറ്റുന്നു. അവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് വസ്ത്രം ധരിക്കാനും ആ രീതിയിൽ അവർക്ക് പെരുമാറാനുമുള്ള സ്വാതന്ത്ര്യം അവിടെ നിന്ന് തങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നതെല്ലാം തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവർ എത്തി നിൽക്കുന്നത്. സ്കൂളിൻ്റെ TC ഉള്ള വിടുതൽ അപേക്ഷയിലുള്ള ആ തീരുമാനം എന്തെന്ന് ഈ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകുകയും ചെയ്യും. അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഹിജാബ് വിലക്ക് നേരിടേണ്ടി വന്ന വിദ്യാർത്ഥിനി അവർ ഈ വിദ്യാലയം സെന്റ് റീത്താസ് സ്കൂൾ വിടാൻ തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. അവരുടെ പിതാവ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ വ്യക്തത വരുത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് സ്കൂൾ മാനേജ്മെൻറ്റ് നൽകിയ ഹർജിയിൽ, ആ ഹർജി സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ ചില നിർദ്ദേശങ്ങളടക്കം നൽകിയിരുന്നു. ഹിജാബിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതിന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതേ ദിവസത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് സെന്റ് റീത്താസ് സ്കൂൾ എത്തുകയും ചെയ്തത്. ആ നടപടിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിലുള്ള ഒരു തുടർ നടപടികൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സർക്കാർ എന്തെല്ലാം നടപടികൾ എടുത്തു, ഇനി എന്താണ് നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഹൈക്കോടതി ഒരു വിശദീകരണം ആരാഞ്ഞിരുന്നു. അവർ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. സെന്റ് റീത്താസ് സ്കൂളിൻ്റെ അപേക്ഷ സ്റ്റേ ചെയ്യാനായിട്ട് വിസമ്മതിക്കുകയും സർക്കാർ വിശദീകരണം തേടുകയുമാണ് ചെയ്തത്. അപ്പോൾ സർക്കാർ എന്ത് വിശദീകരണം നൽകുന്നു എന്നതിന് ആനുപാതികമായിരിക്കും ഒരുപക്ഷെ ആ കുട്ടി ഇവിടെ നിന്ന് വിദ്യാലയം മാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കുന്നത്. ആ ദിവസം വരെയും കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടതില്ല എന്നതാണ് മാതാപിതാക്കളുടെ തീരുമാനവും.